പത്തനംതിട്ടയിൽ രാത്രി മഴ മാറി നിന്നതോടെ വെള്ളക്കെട്ടുകൾ ഇറങ്ങിത്തുടങ്ങി. നദീതീരങ്ങളിലുള്ളവർക്ക് ജാഗ്രതാ നിർദ്ദേശം തുടരുകയാണ്. മുഴിയാർ ഡാമിന്റെ ഒരു ഷട്ടർ അടച്ചു. മുഖ്യമന്ത്രി ഇന്ന് ആറന്മുള, റാന്നി ഉൾപ്പെടെയുള്ള വെള്ളപ്പൊക്ക ബാധിത പ്രദേശങ്ങൾ സന്ദർശിക്കും. പത്തനംതിട്ട റാന്നിയിൽ നിന്നും ഗൂഗിൾ രമേശ് ചേരുകയാണ്. ഗൂഗിൾ, മുഖ്യമന്ത്രി ഇന്ന് എപ്പോഴായിരിക്കും അവിടെ സന്ദർശനം നടത്തുക? ഒപ്പം മഴ മാറി നിൽക്കുന്നുണ്ട്, അല്പം ആശ്വാസമാകുന്നുണ്ട്, പക്ഷേ ആശങ്ക ഒഴിയുന്നില്ല അല്ലേ? കെ പി, മഴ രാവിലെ ഒന്ന് മാറി നിൽക്കുകയായിരുന്നു. പക്ഷേ റാന്നിയിൽ ഇപ്പോൾ പെട്ടെന്ന് വീണ്ടും മഴ ആരംഭിച്ചിരിക്കുകയാണ്. എന്തായാലും ഇന്നലെ പകലും ഇന്നലെ രാത്രിയും മഴ പൂർണ്ണമായിട്ടും അകന്നു നിന്നതുകൊണ്ട് വെള്ളക്കെട്ട് പൂർണ്ണമായിട്ടും ഒഴിവായിട്ടുണ്ട്. പ്രത്യേകിച്ച് റാന്നിയിലായിരുന്നു ഏറ്റവും കൂടുതൽ മഴ ദുരിതം വിതയ്ക്കുന്നൊരു സാഹചര്യം ഉണ്ടായത്. റാന്നിയിലെ പ്രധാന റോഡുകളിലും വീടുകളിലും കടകളിലും ഒക്കെ തന്നെ വെള്ളം കയറിയ വലിയ ദുരിതാവസ്ഥ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിൽ വാർത്തകളിലൂടെയൊക്കെ കണ്ടിരുന്നതാണ്. എന്തായാലും ഇന്നലെ പകലും ഇന്നലെ രാത്രിയുമൊക്കെ മഴ മാറി നിന്നതുകൊണ്ട് പൂർണ്ണമായിട്ടും റാന്നിയിലെ പ്രധാന സ്ഥലങ്ങളിൽ ഉണ്ടായിരുന്ന വെള്ളക്കെട്ട് പൂർണ്ണമായിട്ടും ഒഴിവായി പോയിട്ടുണ്ട്. നമ്മളിപ്പോൾ നിൽക്കുന്ന ഒരു പ്രദേശം ആ വെള്ളം കയറിയ ഒരു പ്രദേശമായിരുന്നു. അതായത് ഇതൊരു താഴ്ന്ന പ്രദേശമാണ്. ഇവിടെ ഒരാൾ പൊക്കത്തിലധികം വെള്ളം കയറിയ ഒരു സ്ഥലമാണ്. അവിടെ നിന്നും വെള്ളം പൂർണ്ണമായിട്ട് ഇപ്പോൾ ഇറങ്ങിപ്പോയിട്ടുണ്ട്. പക്ഷേ നല്ല രീതിയിൽ ചെളിയും അതോടൊപ്പം തന്നെ മറ്റ് മാലിന്യങ്ങളും ഒക്കെ അടിഞ്ഞു കിടക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. എന്തായാലും രാവിലെ ഇവിടെ പ്രധാന ഭാഗങ്ങളൊക്കെ ശുചീകരണം നടത്തിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അതിനുശേഷം ഇപ്പോൾ വീണ്ടും ഒരു ആശങ്ക നൽകിക്കൊണ്ട് മഴ ആരംഭിച്ചിരിക്കുന്നു എന്നുള്ള വിവരമാണ് പറയുവാനായിട്ടുള്ളത്. എന്തായാലും ജില്ലയുടെ മറ്റ് പല ഭാഗങ്ങളിലും ഈ രീതിയിൽ തന്നെ ജലനിരപ്പ് പലയിടങ്ങളിൽ നിന്നും വെള്ളക്കെട്ട് ഒഴിവായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു. പ്രത്യേകിച്ച് പമ്പ നദിയും അച്ചൻകോവിലും അതോടൊപ്പം തന്നെ മണിമലയാറും ഒക്കെ തന്നെ ജലനിരപ്പ് അവിടങ്ങളിലൊക്കെ ക്രമാതീതമായിട്ട് താഴ്ന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആശ്വാസത്തിൻ്റെ ഒരു മണിക്കൂറുകളൊക്കെ ആയിരുന്നു ഇന്നത്തെ പ്രഭാതം. പക്ഷേ ഇപ്പോൾ ചെറിയ രീതിയിൽ മഴ ആരംഭിച്ചിട്ടുണ്ട്. മഴ എങ്ങനെ തുടരുമെന്നുള്ള കാര്യത്തിൽ വ്യക്തതയില്ല. മഴ ഇന്ന് നീണ്ടു നിൽക്കുകയാണെങ്കിൽ, പകൽ മുഴുവൻ വീണ്ടും മഴ പെയ്യുകയാണെങ്കിൽ അതൊരു വീണ്ടും ഒരു ആശങ്കയ്ക്ക് ഇടയാക്കും. അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസത്തെ പോലെയുള്ള സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ എത്തിക്കും. അങ്ങനെയല്ല, ചെറിയ രീതിയിലേ ഉള്ളെങ്കിൽ മറ്റ് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാതെ പോകും എന്നുള്ളതാണ്. എന്തായാലും മുഖ്യമന്ത്രി വി ഡി സതീശന്റെ സന്ദർശനം അത് പ്രധാനമായും ഏതൊക്കെ മേഖലകളിലാണ്? മുഖ്യമന്ത്രി എപ്പോഴെത്തും എന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം? കെ പി, ഒരു 12 മണിക്കാണ് മുഖ്യമന്ത്രി വി ഡി സതീശന്റെ സന്ദർശനം പറഞ്ഞിരിക്കുന്നത്. 12 മണിക്ക് ആറന്മുള പ്രദേശത്താണ് ആദ്യം സന്ദർശനം നടത്തുക. ആറന്മുളയിൽ ഇപ്പോഴും വെള്ളക്കെട്ട് തുടരുന്ന സാഹചര്യമുണ്ട്. നിരവധി ആളുകൾ ദുരിതാശ്വാസ ക്യാമ്പുകളിലുണ്ട്. ആറന്മുളയിൽ സന്ദർശനം നടത്തിയതിനു ശേഷം അദ്ദേഹം റാന്നി മേഖലയിലേക്ക് വരും എന്നുള്ളതാണ് അറിയുവാനായിട്ട് സാധിച്ചിരിക്കുന്നത്. അതായത് ഈ പ്രളയമുണ്ടായതൊരു സാഹചര്യത്തിൽ മുഖ്യമന്ത്രിയുടെ ഇടപെടലൊക്കെ വലിയ വിമർശനത്തിനും രാഷ്ട്രീയ ആരോപണങ്ങൾക്കുമൊക്കെ ഇടയാക്കിയിരുന്ന ഒരു സാഹചര്യമുണ്ട്. പ്രത്യേകിച്ച് മുഖ്യമന്ത്രി ഇതുവരെ പ്രളയബാധിത പ്രദേശങ്ങളൊന്നും സന്ദർശിക്കുവാനോ ദുരിതാശ്വാസ ക്യാമ്പുകൾ സന്ദർശിക്കുവാനോ ജനങ്ങളെ അഭിമുഖീകരിക്കാനോ ഒന്നും തയ്യാറായിരുന്നില്ല എന്നുള്ളത് വലിയ വിമർശനമായിട്ട് മാറിയിരുന്ന ഒരു സാഹചര്യമുണ്ട്. പ്രളയം അല്ലെങ്കിൽ വെള്ളക്കെട്ട് അതിൻ്റെ മൂർധന്യാവസ്ഥയിൽ നിന്ന സാഹചര്യത്തിൽ മുഖ്യമന്ത്രി ഇത്തരത്തിൽ വിരുന്നിൽ പങ്കെടുക്കുകയും ഒക്കെ തന്നെ ചെയ്തിരിക്കുന്ന ചിത്രങ്ങളടക്കം പുറത്തു വരികയും അത് വലിയ വിവാദങ്ങൾ സൃഷ്ടിക്കുകയും ഒക്കെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. എന്തായാലും പ്രളയം ഒഴിഞ്ഞ സാഹചര്യത്തിലെങ്കിലും മുഖ്യമന്ത്രിക്ക് ഇവിടേക്ക് വരാനൊക്കെ ഉള്ള സൗകര്യം ഒത്തു എന്നുള്ളത് തന്നെയാണ് ഇവിടുത്തെ ജനങ്ങൾ പറയുന്നത്. എന്തായാലും അവരുടെ ദുരിതഘട്ടത്തിൽ ഏറ്റവും അടിയന്തരമായിട്ട് സഹായം ആവശ്യമുണ്ടായിരുന്ന ഘട്ടത്തിൽ അദ്ദേഹത്തിന്റെ സന്ദർശനം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ വെള്ളമൊക്കെ ഇറങ്ങിയ സാഹചര്യത്തിൽ മുഖ്യമന്ത്രി എത്തുന്നു. എന്തായാലും മുഖ്യമന്ത്രി വരുന്നുണ്ടല്ലോ എന്നുള്ളതാണ് നമുക്ക് പറയുവാനായിട്ട് സാധിക്കുന്നത്. 12 മണിയോടുകൂടി അദ്ദേഹം എത്തും. റാന്നിയിലും അതോടൊപ്പം തന്നെ ആറന്മുളയിലുമായിരിക്കും പ്രധാനമായിട്ടും സന്ദർശനം നടത്തുക എന്നുള്ളതാണ് ഇപ്പോൾ ഈ ഘട്ടത്തിൽ നമുക്ക് പറയാനായിട്ട് സാധിക്കുന്നത്. എന്തായാലും ജില്ലയിൽ മഴ മാറി നിൽക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ മുതൽ അല്പസമയം മുമ്പ് മുതൽ വീണ്ടും മഴ ആരംഭിച്ചിരിക്കുകയാണ്. കെ പി, യെസ്, റാന്നി ഉൾപ്പെടെയുള്ള പ്രദേശങ്ങളിൽ ഇപ്പോഴും മഴ പെയ്യുന്ന സാഹചര്യമാണ്. ഗോകുൽ രമേശാണ് വിവരങ്ങൾ നൽകിയത്.